25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും 10,000 രൂപ വലിയ അമ്മോനും 1,000 ചെറിയ അമ്മോനും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇതേപോലെ കേരളത്തിനുള്ള ഫണ്ട് തരണമെന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഉണ്ട്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. ഇത്രയും കാലം നുള്ളിപ്പെറുക്കി കെട്ടിപ്പടുത്തുണ്ടാക്കിയതൊക്കെ മറന്ന് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കണം അല്ലേ? ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അതെന്റെ പണോ, അതെന്റെ ആവശ്യങ്ങൾക്കാ കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. നീ എന്നിട്ട് കുരങ്ങൾപ്പിക്കാണല്ലേ? പണം എന്റെ അല്ല, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ശോഭ സമ്മതിക്കണില്ല. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കാ അല്ലേ? പക്ഷെ നമ്മൾ മാത്രം കണ്ണടച്ചാല് നമുക്ക് മാത്രല്ലേ ഇരുട്ടാവുള്ളൂ, രാത്രി ആകൂലല്ലോ. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ പഠിക്കാൻ വേണ്ടി പുറം രാജ്യത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ പച്ച നുണ എങ്ങനെ നമ്മൾ പറയാം? ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് ആ രീതിയിൽ കണ്ടാൽ മതി. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറയാറില്ലേ? അതിന് മുതലാളിമാർ ചോദിക്കും, ഞങ്ങൾ മുതലാളിമാരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പാവപ്പെട്ടവരെന്ത് ചെയ്യും? അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കും വേണം എന്ന് പാവപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും മനസ്സിലായോ? കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എന്നിട്ട് കേരളം എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ കേരളം ദരിദ്രമാവണം, അങ്ങനെ ദരിദ്രമാവട്ടെ എന്ന കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുക. നയാ പൈസ തന്നില്ലാന്ന് മാത്രമല്ല, എന്തെങ്കിലും ഇനി തരണമെങ്കിൽ പാപ്പരായിന്ന് നോട്ടീസ് അടിക്കണത്രേ. കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരള മോഡൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കേരളം പുറകോട്ട് പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ്. കേരളം കൂടുതൽ പ്രയാസത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ബജറ്റിൽ പ്രഖ്യാപിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സ്വപ്നത്തിൽ കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ട്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് 2025 ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്ക് പ്രത്യേകിച്ചും ഇത്രയും അധികം ആനുകൂല്യങ്ങൾ ലഭിച്ച മറ്റൊരു ബജറ്റും നാം കണ്ടിട്ടില്ല. മത്സ്യബന്ധന മേഖലയിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടാൻ പോകുന്നത് കേരളത്തിനായിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇന്ത്യയായിട്ട് കാണണം, ഒന്നായി കാണണം. അത് കാണാൻ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല, നിർമ്മല സീതാരാമനും കഴിയുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കണമെങ്കിൽ പാപ്പരായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രിമാരുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളെ പാപ്പരാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിക്കോ ഇല്ലേന്നൊക്കെ കാത്തിരുന്ന് കാണാം.